ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേരിയസ് എൽ ജി എസിനെ കുറിച്ചാണ്. കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ നമ്മുടെ കൈകളിൽ ഭദ്രമാക്കാൻ കഴിയുന്ന എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പോസ്റ്റാണ് എൽ ജി എസ്. അപ്പോൾ ഈ വീഡിയോ എൽ ജി എസിനെ കുറിച്ചിട്ടുള്ളതാണ്. എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ എൽ ജി എസ് നമുക്കറിയാം 7th ക്വാളിഫൈഡ് പോസ്റ്റാണ്. പ്രിലിംസ് മെയിൻസൊക്കെ ഉണ്ടാകും. എക്സാം എന്തായാലും ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. സോ പ്രിപ്പയർ ചെയ്യാൻ ടൈമുണ്ട്. ഒരുപാട് വാക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റാണ്, നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ സിലബസിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് മെയിൻസിൻ്റെ സിലബസാണ്. പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസൊക്കെ ഏതാണ്ട് സെയിം ആണ്. കുറച്ചും കൂടി പ്രിലിംസിനേക്കാളും കുറച്ചും കൂടി എക്സ്ട്രാ മാത്രമേ മെയിൻസിന് പഠിക്കാനുള്ളൂ. അതുപോലെ കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സയൻസും കൂടെ, ഫിസിക്സും കെമിസ്ട്രിയും കൂടെ മെയിൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജി കെക്ക് 40 മാർക്ക്, ആനുകാലിക വിഷയം എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക്, സയൻസിന് 10 മാർക്ക്, പൊതുജനാരോഗ്യത്തിന് 10 മാർക്ക്, മാത്സിന് 20 മാർക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്നത്. അപ്പം ജി കെ നോക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ, പിന്നെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ജോഗ്രഫിയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി പറയേണ്ടത് കേരള ജോഗ്രഫിയാണ്. അത് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ കേരള ഹിസ്റ്ററി, നവോത്ഥാന നായകന്മാർ, പിന്നെ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, ഇതൊക്കെ കറണ്ട് അഫയേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇവിടെ കേരള ജോഗ്രഫിക്ക് 10 മാർക്കുണ്ട്. സോ കേരള ജോഗ്രഫി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ചും കൂടി മുൻഗണന കൊടുത്ത് പഠിക്കണം. ഇനി എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ട്. സോ കറണ്ട് അഫയേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജീവശാസ്ത്രത്തിൽ മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള പൊതുവറിവ്, പിന്നെ വിറ്റാമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി രോഗങ്ങൾ, കേരളത്തിലുള്ള ഭക്ഷ്യകാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയാണ് പറയുന്നത്. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും പഠിക്കണം. കാരണം ഇതൊക്കെ ആയിരിക്കും റാങ്ക് മേക്കിങ്ങിലേക്ക് പോകുന്നത്. അതുപോലെ ഫിസിക്സ് കെമിസ്ട്രിയിൽ ഹൈഡ്രജൻ, ഓക്സിജൻ, കെമിസ്ട്രി, ഡെയിലി ലൈഫ്, പിന്നെ സൗരം, അങ്ങനെ തന്നെ ഫിസിക്സിൽ വരുന്ന ചലനങ്ങൾ, ശബ്ദം, ഊർജ്ജം, താപം, ദ്രവ്യം, പിണ്ഡം, ഇതൊക്കെയാണ് കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കാനുള്ളത്. ഇനി പൊതുജനാരോഗ്യത്തിന് 10 മാർക്കാണ്. പൊതുജനാരോഗ്യം, പബ്ലിക് ഹെൽത്തിന്, അതിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും പഠിക്കാനായിട്ട് നന്നായിട്ട്. പിന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ്. ഇതെല്ലാം മാത്സ് എന്ന് ചെയ്ത് തന്നെ പഠിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് മാത്സ് ആണ് ചോദിച്ചേക്കുന്നത്. അതൊക്കെ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നമ്മൾ കണ്ടു. ഇനി ഇതെങ്ങനെയൊക്കെ ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമ്മളിത് പഠിക്കണം എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ എൽ ജി എസിനെ സംബന്ധിച്ചിടത്തോളം സോഴ്സ് എന്ന് പറയുന്നത് SCERT ആണ്. SCERT 10 വരെയുള്ള SCERT നന്നായി തന്നെ പഠിക്കണം. അത് വെറുതെ വായിച്ച് പഠിച്ചാൽ പോരാ, നന്നായി ഡീപ്പായിട്ട് വായിച്ച് നോട്ട് എഴുതി ഓരോ ബോക്സുകൾ ഉണ്ടായിരിക്കുന്നതൊക്കെ വായിച്ച് നന്നായി നോട്ട് പ്രിപ്പയർ ചെയ്ത് വേണം SCERT പഠിക്കാൻ. പിന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ 20 മാർക്ക് കറണ്ട് അഫയേഴ്സിനുണ്ട്. സോ കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകണം. വെറുതെ ചുമ്മാ പരീക്ഷയ്ക്ക് 2 ദിവസം മുൻപ് വെറുതെ ഒന്ന് വായിച്ചാൽ പോരാ, ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോകണം. സോ ഇപ്പോൾ കറണ്ട് അഫയേഴ്സിനായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ കൈവിരൽ മുമ്പിൽ കിട്ടും. സോ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് നല്ലൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ഇതെടുത്ത് ഇത് ഡെയിലി അത് പഠിക്കുക. പിന്നെ അതുപോലെ മന്ത്ലി PDF ആയിട്ട് കിട്ടും, അതുപോലെ ഇയർ ബുക്ക് കിട്ടും. ഇതൊക്കെ നന്നായിട്ട് വായിച്ചു പഠിക്കാം. ദെൻ PYQ പ്രാക്ടീസ് ചെയ്യാം. PYQ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നും അറിയാത്ത ഒരാൾ ആദ്യം പോയിട്ട് PYQ പ്രാക്ടീസ് ചെയ്താൽ ഡൗൺ ആയി പോകും. സോ കുറച്ച് ടോപ്പിക്സ് ഒക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം PYQ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സോഴ്സ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളിത് അറേഞ്ച് ചെയ്യേണ്ടത്. വെറുതെ ചുമ്മാ ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് ഒന്ന് പഠിച്ചാൽ അതൊരു കറക്റ്റ് വേ അല്ല. ഇതിനൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഒരു കൗണ്ട് ഡൗൺ സെറ്റ് ചെയ്യുക. കൗണ്ട് ഡൗൺ എന്ന് പറയുമ്പോൾ ഒരു 17 ഡേയോ 16 ഡേയുടെ കൗണ്ട് ഡൗൺ സെറ്റ് ചെയ്യുക. എന്നിട്ട് 1 വീക്കിലേക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. 1 വീക്കിലേക്ക് ഇന്നതൊക്കെ പഠിക്കുന്ന ടൈം ടേബിൾ ഉണ്ടാക്കുക. അതിനുശേഷം ടു ഡു ലിസ്റ്റ്, ഓരോ ഡേയും ടു ഡു ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് 1 വീക്ക് ടൈം ടേബിളിൽ നിന്ന് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസം ആ ടു ഡു ലിസ്റ്റ് അച്ചീവ് ചെയ്യാം. ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ SCERT ഉൾപ്പെടണം, ടോപ്പിക്സ് ഉൾപ്പെടണം, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡഡ് ആവണം. PYQ എന്തായാലും ഫോഴ്സ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. 2 ദിവസം കഴിഞ്ഞിട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടോ പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെ PYQ ചെയ്താൽ മതി. ഞാനിപ്പോൾ ടോപ്പിക്സിൻ്റെ കാര്യം പറഞ്ഞു. ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ വെറുതെ വാരി വലിച്ച് പഠിക്കരുത്. ആവശ്യമുള്ളത് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ, ടോപ്പിക്സിൻ്റെ പേര് സെർച്ച് ചെയ്താൽ നമുക്ക് ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ ഓരോ ക്ലാസ്സുകളും കണ്ടുപഠിക്കും. ഞാനിപ്പോൾ എൻട്രി യൂസറാണ്. സോ എൻട്രിയുടെ തന്നെ LGSൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഒരുപാട്. അപ്പോൾ അത് ഓരോ ടോപ്പിക്ക് വെച്ച് പഠിക്കുന്നത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് എൻട്രി വളരെ യൂസ്ഫുൾ ആണ്. സോ അതാണ് ഞാൻ പറയുന്നത്, എൻട്രിയുടെ ക്ലാസ്സുകളൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, ഏത് വേണമെങ്കിലും നോക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാം. മാത്സ് ഡെയിലി ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഹാഫ് ടോപ്പിക്കോ ചെയ്ത് തന്നെ പഠിക്കണം. മാത്സിന് ഞാൻ പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ജെറിൻ സാറിൻ്റെ ക്ലാസ് ഉണ്ട്. ജെറിൻ സാറിൻ്റെ മാത്സ് ക്ലാസ് ഉണ്ട്. എൻ്റെ ടെലഗ്രാം ചാനലുണ്ട്, ട്വിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ ക്ലാസ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ജെറിൻ സാറിൻ്റെ ക്ലാസ്, മാത്സ് നല്ല അടിപൊളിയായിട്ട് സാർ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് മാത്സ് പഠിക്കാം. മാത്സ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് LGSനെ കുറിച്ച് ഞാൻ പറയാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം,
അപ്പോൾ ഇങ്ങനെ നന്നായി പഠിക്കുക, ഒരു പ്ലാനൊക്കെ ചെയ്ത് വെച്ചാൽ ഒരു കൗണ്ട് ഡൗൺ ഒക്കെ ഇട്ട് നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു റിവാർഡ് കൊടുക്കാമായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡോപ്പാമിൻ കൂടും, നമുക്കൊരു ഹാപ്പിനെസ് വരും, നമുക്ക് ഇനിയും കൂടുതൽ അച്ചീവ് ചെയ്യാനുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അതാണ് ഈ കൗണ്ട് ഡൗണിൻ്റെയും ടു ഡു ലിസ്റ്റിൻ്റെ ഒക്കെ ഒരു ഗുഡ് തിങ് എന്ന് പറയുന്നത്. സോ എല്ലാവരും നന്നായി പഠിക്കുക. ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.